നമ്മളിൽ പലരും ചെയ്യുന്ന രഹസ്യമായ പല സ്വഭാവങ്ങളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തുള്ള നമ്മളുടെ ആസ്വാദനത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തുള്ള പ്രശസ്തിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ നാലാളുകൾക്കിടയിൽ മറ്റുള്ളവരെക്കാൾ ഞാനൊന്ന് ഉയരണം എന്ന ചിന്തകളോട് കൂടിയാണ് പല ആളുകളും രഹസ്യമായ ചില കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്ന രഹസ്യമായ പല കാര്യങ്ങളും അവർക്ക് പരലോകത്ത് വലിയ സന്തോഷമുണ്ടാക്കിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പരസ്യമായ ചില നന്മകൾ, ഉദാഹരണമായി നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളോ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളോ, ഇതിന്റെയൊക്കെ പ്രതിഫലം നഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ചെറിയ ചില തെറ്റുകൾ മതിയാകും. അതുകൊണ്ടായിരുന്നു ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി, നിങ്ങൾ രഹസ്യമായി എന്തെങ്കിലും തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മകളെക്കാൾ നിങ്ങൾ രഹസ്യമായി നന്മകൾക്ക് പ്രാധാന്യം കൊടുക്കണം. മഹാനായ പ്രവാചക സ്വഹാബി സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനിസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖബീഉൻ മിൻ അമലി സ്വാലിഹിൻ ഫൽയഅമൽ. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന് മാത്രം അറിയുന്ന, റബ്ബിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രഹസ്യ കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയഫ്അൽ, നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന രഹസ്യ തിന്മകളെക്കാൾ റബ്ബ് നമ്മളിൽ നിന്ന് കാത്തിരിക്കുന്നത് രഹസ്യ നന്മകൾക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം റബ്ബ് ഒന്നും കൂടി അടിവരയിട്ടിട്ട് പറഞ്ഞു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന സ്ഥാനത്ത് വഇൻ തുഖ്ഫൂഹ, നിങ്ങളത് രഹസ്യമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വതുഉതുഹൽ ഫുഖറാഅ, അത് കൊടുക്കുന്നതാവട്ടെ അർഹതപ്പെട്ട ദരിദ്രർക്കുമാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കത് ഖൈറാണ്. ഈ ആയത്തിന്റെ നിർവചനത്തിലൂടെയും ലോകത്തുള്ള പ്രവാചക ചരിത്രത്തിലൂടെയും റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് രഹസ്യമായ നന്മകൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. രഹസ്യമായ നന്മകളാണ് നിങ്ങൾക്ക് മനസ്സംതൃപ്തി ഉണ്ടാക്കുന്നത്. രഹസ്യമായ ഇബാദത്തുകളാണ് നിങ്ങളുടെ മനസ്സിൽ സമാധാനത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രിയുടെ 3-ാം യാമങ്ങളിൽ ആരുമറിയാതെ